ഈ വിഷയത്തിൽ നേരത്തെ ശ്രീ ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ സുരേഷ് ഗോപി കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം ഡെവലപ്മെന്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും ഇറങ്ങി നടന്ന് കേരള മേഖലയിൽ ഉണ്ടാകേണ്ട പരിവർത്തനത്തിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഓരോ ഗ്രാമത്തിലും തെങ്ങ് വെച്ച് വിപ്ലവകരമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന് നാന്ദി കുറിച്ച മനുഷ്യനാണ് ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് നാരായണ നായർ സാറിനെ പോലെയുള്ളവരെ ഞങ്ങൾ ക്ഷണിച്ചത്. ഈ മേഖലയിൽ ലക്ഷക്കണക്കിന് വരുന്ന തെങ്ങുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായിട്ടുള്ള ഒരു ദൗത്യം വെള്ളായണി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കർഷക സമൃദ്ധി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെയും ഉദ്ഘാടനമാണ് ശ്രീ സുരേഷ് ഗോപി ഇവിടെ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചത്. അതുപോലെ തന്നെ ശ്രീ ഭീമ ഗോവിന്ദൻ, അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ശുദ്ധമായ സ്വർണമാണ് ലോകത്തിന് നൽകുന്നത്. അദ്ദേഹം ശുദ്ധമായ സ്വർണം മാത്രമല്ല, അദ്ദേഹം ശുദ്ധമായ പശുവിൻ പാല് ലോകത്തിന് നൽകുന്നുണ്ട്. അദ്ദേഹം ശുദ്ധമായ പച്ചക്കറി ലോകത്തിന് നൽകുന്നുണ്ട്. ഏകദേശം 12 ഏക്കറോളം ഭൂമിയിൽ നേരിട്ടെത്തി കൃഷി ചെയ്ത് കർഷകരോടൊപ്പം നിന്ന്, പശുവിനോടൊപ്പം നിന്ന്, അവിടുത്തെ ജോലിക്കാരോടൊപ്പം നിന്ന് ജീവിക്കുന്ന എല്ലാ ഞായറാഴ്ചയും കൃഷിസ്ഥലത്തിന് വേണ്ടി ചെലവഴിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ ഡോക്ടർ ബി ഗോവിന്ദൻ എന്ന ഭീമ ഗോവിന്ദൻ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അതുകൊണ്ടാണ് ഈ വേദിയിൽ ശ്രേഷ്ഠമാകുന്നത്. അതുപോലെ നേരത്തെ അസോള ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ അസോള കമലാസൻ സാറിനെ സംബന്ധിച്ചുകൊണ്ട് സൂചിപ്പിച്ചു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ഗവേഷകനാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ഗൂഗിളിൽ അസോള എന്നടിച്ചാൽ കമലാസൻ പിള്ള എന്നാണ് അതിന്റെ കൂടെ എത്തുന്നത്. പക്ഷെ ആ അസോള കമലാസൻ പിള്ള എന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ശ്രീ സുരേഷ് ഗോപിയുടെയും ഞങ്ങളോടുമൊക്കെയുള്ള സ്നേഹം കൊണ്ട് ഈ കല്ലിയൂർ പഞ്ചായത്തിന്റെ ഓരോ പുരയിടത്തിലും ഓരോ വയലിലും ഇറങ്ങി നടന്ന് ഈ കല്ലിയൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള വലിയ ഒരു പരിശ്രമം നടത്തിയ വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വേദിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ സി സുരേഷ് കുമാർ, സിസയുടെ ബഹുമാന്യനായിട്ടുള്ള ജനറൽ സെക്രട്ടറി, അദ്ദേഹമാണ് ഞങ്ങളുടെ പ്രചോദനം. നമുക്കറിയാം 2018-19 കാലഘട്ടത്തിൽ ഈ കല്ലിയൂർ പഞ്ചായത്തിൽ നടന്ന വാഴ മഹോത്സവം 1.5 ലക്ഷത്തോളം വരുന്ന ഈ തിരുവനന്തപുരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ വെള്ളായണിയ വയലേലകളിൽ ഞങ്ങൾ സംഘടിപ്പിച്ച വാഴ മഹോത്സവത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത് ഡോക്ടർ സി സുരേഷും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും അടങ്ങുന്ന സംഘമാണ്. അവരുടെ ആ പിന്തുണയാണ് ഇത്തരത്തിലുള്ള ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയും ഇന്ന് സിസയുടെ അധീനതയിൽ 31 ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. അതിന് മുഴുവൻ നേതൃത്വം നൽകുന്ന ആളാണ് ഡോക്ടർ സി സുരേഷ്. അദ്ദേഹവും നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല. ശ്രീ സുരേഷ് എത്തിയത് അദ്ദേഹം സാധാരണ നിലയിൽ പ്രസംഗിക്കാറില്ല. പക്ഷെ വെള്ളായണിയിലെ കർഷകരെയും കാണുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും 2 വാക്ക് പറയുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനോടൊപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് 100% ഉറപ്പാണ്. അദ്ദേഹത്തിന് വെള്ളായണി കർഷകർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വികാരമാണ്. ഇവിടെ വെള്ളായണി കായലിൽ മാലിന്യം കൊണ്ടിട്ട് കായലിനെ അശുദ്ധപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടന്നു. ആ സമയത്താണ് നമ്മൾ കാണേണ്ടത് ഇന്ന് കിരീടം പാലം, അതിനോടനുബന്ധിച്ചുള്ള റോഡ്, അതോടൊപ്പം തന്നെ അവിടെ വെള്ളം മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ബണ്ട്, ഇതൊക്കെ നിർമ്മിച്ചത് ശ്രീ സുരേഷ് ഗോപിയാണ്. പണ്ടാരക്കരി പാടത്തെ കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു ദൗത്യമായി 1000 കർഷകർക്ക് ഹെക്ടർ കണക്കിന് ഭൂമിയെയാണ് അദ്ദേഹം ആ പരിശ്രമത്തിലൂടെ രക്ഷിച്ചെടുത്തത്. അങ്ങനെയുള്ള അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ മെന്ററാണ്, അദ്ദേഹം ഞങ്ങളുടെ പ്രചോദനമാണ്, അദ്ദേഹം ഞങ്ങളുടെ സർവ്വതുമാണ്. അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ ഈ കർഷക സമൃദ്ധി കേന്ദ്രത്തിന്റെ ആദ്യമായിട്ട് ഞങ്ങൾ ഈ അടുക്കളത്തോട്ടം, പച്ചക്കറിത്തോട്ടവും അതോടൊപ്പം തന്നെ ഓരോ ഭൂമിയും അതിനനുസരിച്ച് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പച്ചക്കറി അടിസ്ഥാനമാക്കിക്കൊണ്ട് ഭൂമിയിൽ ഫാമിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തി. ആ പരിശ്രമവുമായിട്ട് അദ്ദേഹത്തിനോടൊപ്പം പറയുന്ന സമയത്ത് അദ്ദേഹം ഉടൻ തന്നെ എന്നോട് പറഞ്ഞത്, എനിക്കൊണ്ടൊരു 45 സെന്റ് വെള്ളായണി കായലിന്റെ കരയിൽ, നിങ്ങൾ അവിടെ അത് ആരംഭിച്ചോ എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആ നല്ല വാക്കുകളിൽ നിന്നാണ് ഞങ്ങളുടെ കർഷക സമൃദ്ധി കേന്ദ്രത്തിന്റെ ആരംഭം കുറിച്ചത് എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ വേദിയിൽ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ ഗോവിന്ദൻ സാറിന്റെ 5 ഏക്കർ ഭൂമി നമ്മുടെ ഈ പ്രദേശത്താണ്.
അദ്ദേഹം ഭംഗിയായിട്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വരും നാളുകളിൽ നമ്മളുമായിട്ട് സഹകരിച്ചുകൊണ്ട് അദ്ദേഹവും കുറെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നു. നാരായണൻ നായർ സാറിന്റെ 8 ഏക്കറോളം വരുന്ന ആ മേഖലയിൽ വെള്ളായണി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ പരിശ്രമത്തിലൂടെ നല്ല വിളവെടുപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ വെള്ളായണി ശ്രീകുമാർ ഇവിടെ നിൽക്കുന്നു. ഇവിടുത്തെ SNDPയുടെ ചുമതലക്കാരനാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ 2 ഏക്കർ ഭൂമി വെള്ളായണി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്ക് വിട്ടുതന്നിരിക്കുന്നു. അവിടെ കാർഷിക പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ പ്രസന്ന മേഡം ഇവിടെ എത്തിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. 75-ാമത്തെ വയസ്സിലും ഈ വീട്ടുവളപ്പിലെ കൃഷി വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്ന പ്രസന്ന മേഡത്തെ ശ്രീ സുരേഷ് ആദരിക്കുന്നുണ്ട്. വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രസന്ന മേഡം അവരുടെ 1 ഏക്കർ ഭൂമി കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസത്തെ പരിശ്രമം കൊണ്ട് ഏകദേശം 10 ഏക്കറിലേറെ ഭൂമി ഈ രീതിയിൽ പച്ചക്കറി ജൈവ കൃഷിയുടെ ഒരു കേന്ദ്രമായിട്ട് വെള്ളായണിയെ മാറ്റാൻ വേണ്ടിയുള്ള മഹാദൗത്യത്തിന് വേണ്ടി പരിശ്രമത്തിൽ 3 ദിവസം കൊണ്ട് 10 ഏക്കറിലേറെ ഭൂമി ഞങ്ങൾക്ക് വിട്ടുതരാൻ ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് ഈ മേഖലയിലുള്ളത്. ഇതിനെ എല്ലാത്തിനെയും വളരെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഈ ഓണത്തിന്റെ ഉത്രാടപ്പാച്ചലിന്റെ ഈ ദിവസം ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത് ചിങ്ങം തിരുവോണത്തിന്റെ മുന്നിലുള്ള ഈ ദിവസം തന്നെ ഇത് നടത്തിക്കൊണ്ട് ഭവ്യമായ അനുഭൂതിദായകമായ ഐശ്വര്യപൂർണമാർന്ന ഭാവിയെ സംബന്ധിച്ച് ഏക പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും കാരണമാകാൻ പോകുന്ന ഈ മഹത്തായിട്ടുള്ള ദൗത്യം ആരംഭിക്കട്ടെ. അതിനുവേണ്ടി ശ്രീ സുരേഷ് ഗോപിയായിരുന്നു ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണ്ടിയിരുന്ന സാന്നിധ്യം. അദ്ദേഹത്തിന്റെ തീയതി തിരുവോണത്തിന് അദ്ദേഹം ഇവിടെ സേവാഭാരതിയുടെ പാവപ്പെട്ട മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഓണസദ്യ വിളമ്പുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഉദ്ഘാടനം ചെയ്യാനല്ല, ഓണസദ്യ വിളമ്പുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് വർഷങ്ങളായിട്ട് ശ്രീ സുരേഷ് ഗോപി. അതുകൊണ്ട് ഞങ്ങൾക്കറിയാമായിരുന്നു തിരുവോണത്തിന്റെ തലേന്നാൾ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സംരംഭം ആരംഭിക്കുന്നു. അദ്ദേഹത്തിന്റെ 50 സെന്റിൽ നിന്ന് ആരംഭിക്കുന്ന ഈ മഹാദൗത്യം ഈ മേഖലയിലുള്ള ഹെക്ടർ കണക്കിന് ഭൂമിയെ സമ്പുഷ്ടമാക്കാൻ, ഈ നാട്ടിൽ ഐശ്വര്യത്തിന്റെ പുതിയൊരു വതായനം സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവരുടെയും ആദരവും അനുഗ്രഹവും ഈ സംരംഭത്തിൽ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നിരവധി ഞങ്ങൾ വിളിച്ച ക്ഷണിതാക്കൾ ഇവിടെയുണ്ട്, ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരെയും പേര് പറഞ്ഞ് ഇവിടെ പറയാൻ സാധിച്ചില്ല. കാരണം ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നത് തൊട്ടപ്പുറത്താണ്. അവിടെ സ്റ്റേജും സംവിധാനങ്ങളും ഒക്കെ ചെയ്തിരുന്നു. പെട്ടെന്ന് മഴ വന്ന് ഭീമാ ഗോവിന്ദ സാറ് ഇവിടെ വന്ന് കയറുന്ന സമയത്ത് ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഒരു മഴ വന്നു. ആ മഴയെ തുടർന്ന് ഞങ്ങൾ ആ മഴ ഇനി നമ്മളെ ഈ പരിപാടികൾക്ക് തടസ്സമായാലോ എന്ന് കരുതി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും വേണ്ട രീതിയിൽ സ്വീകരിക്കാനും ഇരുത്താനും അവരെ വേണ്ട രീതിയിൽ അംഗീകരിപ്പിക്കാനും സാധിച്ചിട്ടില്ല എന്നുള്ളത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും അനുഗ്രഹിക്കുക. നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ മുമ്പിൽ ഒരു സ്വപ്നം നൽകിയിട്ടുണ്ട്. കർഷകന്റെ അഭിവൃദ്ധിയാണ് ഈ നാടിന്റെ അഭിവൃദ്ധി. കർഷകന്റെ മുന്നേറ്റത്തിലൂടെയാണ് നാട് മുന്നേറുന്നത്. കോവിഡാനന്തര ലോകക്രമത്തിൽ ലോകം മുഴുവൻ പിന്നോക്കമടിക്കപ്പെട്ടപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് കാർഷിക വിളയിൽ റെക്കോർഡ് സൃഷ്ടിക്കപ്പെട്ട ഒരൊറ്റ രാജ്യമേ ഉള്ളൂ. അതിന്റെ പേര് ഇന്ത്യ എന്നാണ്, നരേന്ദ്രമോദിയുടെ ഇന്ത്യ എന്നാണ്. അങ്ങനെ കാർഷിക മേഖലയിലൂടെ കോവിഡാനന്തര ലോകക്രമത്തിൽ ലോകത്തിലെ 5ാമത്തെ ശക്തിയായിട്ട് മാറിയ ഈ ഭാരതത്തിന്, അതുകൊണ്ട് തന്നെ കർഷകരാണ് ഈ ഭാരതത്തിന്റെ ശക്തി എന്ന തിരിച്ചറിവാണ് അതിൽ നിന്ന് ബോധ്യമായിരിക്കുന്നത്. ആ തിരിച്ചറിവാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംരംഭം തുടങ്ങാൻ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്, ആത്മവിശ്വാസം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ ഇരിക്കുന്ന ദിവ്യ സാന്നിധ്യങ്ങളും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഗ്രാമീണ സൻസദ് യോജനയിലൂടെ ഈ കലിയൂർ ഗ്രാമപഞ്ചായത്തിനെ ദത്തെടുത്തുകൊണ്ടാണ് ശ്രീമാൻ സുരേഷ് ഗോപി ഈ പഞ്ചായത്തുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ആരംഭിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മളുടെ കൂടെ നിൽക്കുന്ന ശ്രീമാൻ സുരേഷ് ഗോപിയെ വെള്ളായണി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിനു വേണ്ടിയിട്ട് ഓഹരി ഉടമ ശ്രീ സുമേഷ് ആദരിക്കുന്നു. സുമേഷിനെ സ്നേഹപൂർവ്വം അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ഔപചാരികമായി ഈ കാർഷിക വിപണന കേന്ദ്രവും സമൃദ്ധി കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ശ്രീമാൻ സുരേഷ് ഗോപി അവർ, അദ്ദേഹം കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രിയാണ്. ബഹുമാന്യനായ ശ്രീ സുരേഷ് ഗോപി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. സമൃദ്ധവും സമ്പുഷ്ടവുമായ ഈ വേദിക്ക് ഓണ നാളുകളിൽ ഉത്രാടപ്പാച്ചിലിന്റെ ദിനമാണ്. പക്ഷെ ഈ ചടങ്ങിന്റെ ഒരു ദിവ്യ സ്വഭാവം മനസ്സിലാക്കി കർഷകൻ ആദ്യത്തെ ദൈവം എന്ന കരുതി ഇവിടെ വന്നിട്ടുള്ള എല്ലാ സുമനസ്സുകൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ, വിനീത നമസ്കാരം. സുരേഷ് ഇവിടെ പറഞ്ഞതുപോലെ നിർബന്ധമായും സുരേഷ് ഗോപി വേണം എന്ന് പറയുന്നതിനേക്കാൾ വലിയ നിർബന്ധമാണ് എനിക്ക് ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങാൻ പാടില്ല. അത് വലിയ നിർബന്ധം. എനിക്കറിയാം ഇതിന്റെ പേരിൽ വരാൻ പോകുന്ന വേറെ അടിക്കുറിപ്പുകളൊക്കെ വരുന്നവർ ഇരുന്ന് ചൊറിഞ്ഞു പൊട്ടി ഒലിപ്പിച്ച് നടക്കത്തേ ഉള്ളൂ. വേറെ ഒരു മാർഗവും അവർക്കില്ല. കാരണം വെള്ളായണി എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ, കല്ലിയൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ ചൊറിയന്മാർക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. 2017 ഒരു ഗ്രാമം ദത്തെടുക്കുന്ന പ്രധാനമന്ത്രി ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ അന്നത്തെ എത്ര തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാർ, എത്ര രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തയച്ച എംപിമാർ ഇത് അവലംബിച്ചു. അത് ഒരു രാഷ്ട്രീയത്തിന് നൽകുന്ന, ഒരു ഭരണത്തിന് നൽകുന്ന പിന്തുണയല്ല. ആ ഗ്രാമങ്ങളിലെയൊക്കെ ഒരുപക്ഷെ ഒരു അഭിവാഞ്ഛ ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തെ ഗ്രാമമായി തന്നെ നിലനിർത്തിക്കൊണ്ട് ഗ്രാമം എന്ന് പറയുന്ന ബ്രാക്കറ്റിൽ നിന്ന് ഒരു പട്ടണമാക്കി മാറ്റി, ഒരു കോൺക്രീറ്റ് ജംഗിളാക്കി മാറ്റാതെ തന്നെ ആ ഗ്രാമത്തിന്റെ അടിസ്ഥാന വികസന, ഉപയോഗ സൗകര്യ, അങ്ങനെ വിവിധങ്ങളായ മുന്നോട്ടുള്ള അല്ലെങ്കിൽ മുകളിലേക്കുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു. നിങ്ങളൊന്ന് പരിശോധിക്കും, ഏതൊക്കെ ഗ്രാമങ്ങൾ ആരൊക്കെ ദത്തെടുത്തു. ദത്തെടുത്തവരാരെങ്കിലും വെള്ളായണി പോലെ അല്ലെങ്കിൽ ആവണിശ്ശേരി പോലെ, കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്, ആവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത്, ഇതുപോലെയുള്ള ഒരു മുന്നേറ്റം എത്ര ഗ്രാമങ്ങളിൽ എത്ര എംപിമാർ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് രാഷ്ട്രീയപരമായ കാര്യം തന്നെയാണ്. രാഷ്ട്രീയത്തിന് ഭരണ നിർവഹണം എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അന്വേഷിച്ച് നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ തീരുമാനം 5 വർഷം കൂടുമ്പോൾ മാത്രമാണ് എത്തുന്നതെങ്കിൽ ഈ വിശകലനം, ഈ ഒരു നിശ്ചയമാണ് നിങ്ങളുടെ വോട്ടെന്ന് പറയുന്ന നിശ്ചയത്തിലേക്ക് മാറ്റിമറിക്കേണ്ടതെന്ന് ഇപ്പോഴും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുടക്കം മുതലും ഞാനിത് തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ആവണം ജയിക്കുന്നത്, അത്രയും. ഇപ്പൊ ഇവിടെ പണ്ടാരക്കരി പാടത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ എന്റെ കൺമുന്നിൽ വെച്ചാണ് ഒരിക്കൽ ബണ്ട് പൊട്ടി ആ ഒരു 50 ലക്ഷം, ഏതാണ്ട് 1 കോടി രൂപയുടെ പച്ചക്കറികൾ ഏതാണ്ട് അതിന്റെ ഒരു വിളവിലേക്ക് അടുക്കുന്ന, വിളഞ്ഞു വരുന്ന സമയത്താണ് വെള്ളം കയറി നശിപ്പിച്ചു കളയുന്നത്. തൊട്ടടുത്ത വർഷം ആ ബണ്ട് പൊട്ടിയില്ല. കാരണം 50 ലക്ഷം രൂപയ്ക്ക് അവിടെ ഒരു പുതിയ ബണ്ട് പണിഞ്ഞു കൊടുത്തിരുന്നു. ഇത് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയ എത്ര എംപിമാർക്ക് സാധ്യമായി? 47 വർഷമായിട്ട് ഇപ്പോ അവിടെ തിലകൻചേട്ടന്റെ പേരിൽ സ്ഥിതി ചെയ്യുന്ന തിലകൻ പാത, 47 വർഷമായിട്ടുള്ള ആ വെള്ളായണി കായലിന്റെ ചുറ്റുവട്ടത്തുള്ള ഇത് കിരീടം പാലമാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ച കാലത്തിന് ശേഷവും അതേ അവസ്ഥയിൽ തുടർന്നു. അതെന്നാണ് 1.25 കോടി രൂപ ചെലവാക്കി ഇന്ന് ഉപയോഗയോഗ്യമായ ഒരു പ്രദേശമാക്കി മാറ്റിയത്. നമുക്ക് ശംഖുമുഖം, കടപ്പുറം തിര കൊള്ളാൻ ഇനി എത്ര അവസരം കിട്ടും, എത്ര ദിവസം അവസരം കിട്ടുന്ന നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോ ജനങ്ങൾക്ക് അവധി ദിവസങ്ങളിൽ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛനും അമ്മയും തോളിലേന്തി കൊണ്ടുവന്ന് കാണിച്ച ഒരു ശംഖുമുഖം, കടപ്പുറമാണ്. ആ സൗഖ്യം നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ആ സൗഖ്യം പുനഃസ്ഥാപിക്കാൻ ഇപ്പൊ ടൂറിസത്തിൽ തന്നെ നവ സംവിധാനങ്ങൾ ഒരുങ്ങി വരണം, നവഗേഹങ്ങൾ ഒരുങ്ങി വരണം. ടൂറിസത്തിൽ വന്ന് കണ്ട കോവളം മാത്രമല്ല, വർക്കല മാത്രമല്ല, ഒരു മുഴുപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത് പൊന്തി വരണം.
ബേക്കൽ കേരളത്തെ സംബന്ധിച്ചൊരു തിലകക്കുറിയാണ്. പക്ഷെ അതിന് എത്രമാത്രം ടൂറിസം പ്ലാറ്റ്ഫോമിൽ, ഇന്ത്യ ടൂറിസത്തിൽ എത്രമാത്രം നമുക്ക് ഉയർത്തി കാണിക്കാൻ സാധിച്ചു, ഇതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ന്യൂവർ ടൂറിസം സ്പോട്സ്, പ്രസ്റ്റീൻ ലൊക്കേഷൻസ്, ഇതാണ് പുതിയ സംവിധാനത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയില്ലാതെ ഇത് നടക്കുകയില്ല. ഇപ്പൊ ഇവിടെ ശംഖുമുഖത്തിന് പകരം ജനങ്ങൾക്കൊരു ഉല്ലാസ കേന്ദ്രമാവണം. അന്നേരവും ഇപ്പോ വലിയ ഉത്തരവാദിത്വമാണ് വെള്ളായണി കായലിനുള്ളത്. വെള്ളായണി കായൽ ഇനി ഈ പട്ടണത്തെ മാത്രമല്ല ദാഹം ശമിപ്പിക്കാൻ പോകുന്നത്. വിഴിഞ്ഞം എന്ന് പറയുന്ന പോർട്ടില് വരുന്ന വലിയ വാഹിനികൾക്ക് ശുദ്ധജലം നൽകേണ്ട ഉത്തരവാദിത്വം കൂടി വെള്ളായണി കായലിനുണ്ട്. അപ്പൊ അതിന്റെ ഇന്നത്തെ ഉൽപാദന ശേഷി 3 ഇരട്ടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ഇപ്പോഴും ഊറ്റുറവുകളെല്ലാം ഒരുപാട് സെഡിമെന്റേഷൻ കൊണ്ട് വിവിധ തരത്തിലുള്ള മണ്ണും ചെളിയും മറ്റുൽപ്പന്നങ്ങളും കൊണ്ട് മൂടിക്കെട്ടി കിടക്കുകയാണ്. ആ ഊറ്റുറവകളെല്ലാം വെമ്പുകയാണ്. ഒന്ന്, ജലം ചുരത്താൻ വേണ്ടി, അതിലേക്ക് വഴിതെളിക്കുന്ന പദ്ധതിക്ക് വേണ്ടി അതിന്റെ ചുറ്റുവട്ടത്ത് ഇനി ഒരു നിർമ്മാണവും നടക്കില്ല. ആ സ്ഥല ഉടമകളെല്ലാം അത് ജലമാണോ നിലമാണോ കരയാണോ എന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥയിൽ, അതുകൊണ്ട് ആ സ്ഥലത്തിനുള്ള കരമടയ്ക്കാനുള്ള പണം മറ്റു മാർഗങ്ങളിലൂടെ സമ്പാദിച്ച് കരമടയ്ക്കേണ്ട അവസ്ഥയിലുണ്ടെങ്കിൽ അത് സർക്കാർ ഏറ്റെടുത്ത് ഇതിന്റെ ഇപ്പോ ഉള്ള ഒരു 11.25 കിലോമീറ്റർ എന്ന് പറയുന്ന ചുറ്റളവ് കരയിലേക്ക് പുനഃക്രമീകരിച്ച് അത് 15 കിലോമീറ്റർ ആക്കി തരികയാണെങ്കിൽ അവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു വാക്കേഴ്സ് പാത്ത്, ഒരു ജോഗേഴ്സ് പാത്ത്, അതുവഴി തന്നെ വെള്ളത്തിലേക്ക് ഒരാൾക്ക് ഒന്ന് തുപ്പാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അതിനെ ശുദ്ധ ജല തടാകമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയും ഉണ്ട്. അതിന് ടൂറിസത്തില് ഞങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയാലും ശരി തന്നെ, പെട്രോളിയത്തില് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയാലും ശരി തന്നെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഒരു 800 കോടിയുടെ പദ്ധതിക്ക് എല്ലാം സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ എന്ന് ഇതിന്റെ ഒരു അതിർവരമ്പ് പുനർനിശ്ചയിച്ച് അവർക്ക് കൊടുക്കേണ്ട കാശ് കൊടുത്ത ആ സ്ഥലം എടുത്തു തരുന്നു, അന്ന് ഇത് അവിടെ കൊണ്ടുവരാൻ തയ്യാറാണ്. വെള്ളായണി കായൽ എന്ന് പറയുന്നത് ലോകത്തിന്റെ ടൂറിസം നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്ന, തിരുവനന്തപുരത്തിനല്ല, കേരളത്തിനല്ല, ഭാരതത്തിന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സ്വർണ്ണ തിലകക്കുറിയായി മാറും. ഇതൊക്കെ ഹൃദയത്തിൽ ആഗ്രഹം തന്നെയാണ്. അത് സാധ്യമാക്കി എടുക്കണമെങ്കിൽ ഇപ്പോ കാർഷിക നിയമങ്ങളെല്ലാം തച്ചുടച്ച മഹാന്മാരൊക്കെ എവിടെയാണ്? പൈനാപ്പിളും തിന്ന് റോഡിൽ കിടന്നാൽ മതിയോ? പൈനാപ്പിളും തിന്ന് റോഡിൽ കിടക്കാതെ വന്നിറങ്ങി നിങ്ങൾ എന്താണോ ഈ നിയമങ്ങൾ തച്ചുടച്ചതിന്റെ പശ്ചാത്തലത്തിൽ കാർഷിക സമൂഹത്തിനും ആ കാർഷിക സമൂഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സ്വന്തം അന്നം എന്ന് വിചാരിച്ച് ശുദ്ധമായ പച്ചക്കറിക്ക് വിഷമൊന്നും ചേർത്ത് കരകടന്നു വരുന്ന അതിര് കടന്നു വരുന്ന പച്ചക്കറിക്കല്ല ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഇനി ക്യാൻസർ ഉണ്ടായി, മറ്റു രോഗങ്ങളുണ്ടായി, ഇതിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിന്റെ 10 ഇരട്ടി ആശുപത്രികളിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു ഉപഭോക്തൃ സമൂഹമുണ്ട്. അവരാ കർഷകനെ ദൈവമായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കർഷകനെ കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുകയാണ് ആ 3 കാർഷിക നിയമങ്ങൾ തച്ചുടച്ചത് വഴി. ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരും. പക്ഷെ കാർഷിക നിയമങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് വരണം, ആഴത്തിൽ പഠിച്ചിട്ട് വരണം. ഇനി കാർഷിക നിയമങ്ങൾ മുഴുവൻ തച്ചുടച്ചതിന് ശേഷം കർഷകരെല്ലാം ഇപ്പൊ സന്തുഷ്ടരാണോ? ആർക്കെങ്കിലും അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നടപ്പ് ജീവിത സംസ്കാരം അല്ലെങ്കിൽ സംവിധാനം ഒരുക്കി കൊടുക്കാൻ സാധിച്ചോ? പത്രസമൂഹത്തിനോടും പറയുകയാണ്, എല്ലാവരും കൂടി കൂട്ടുനിന്നത് തച്ചുടച്ചു കഴിഞ്ഞ് ഇന്ന് കർഷകൻ, കുട്ടനാട്ടിലെ നെൽ കർഷകൻ, പാലക്കാട്ടെ നെൽ കർഷകൻ റോഡ് സൈഡിൽ റോഡ് ടാർ ചെയ്യാൻ പാറ കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ നെല്ല് കൂട്ടിയിടുന്നില്ല. അവന് കണ്ണീരില്ല. ആ കണ്ണീര് നിങ്ങൾക്ക് വേദനയാവില്ല. ഉത്തരം പറയണം. ഇത് ചരിത്രത്തിൽ കുറിക്കപ്പെട്ട എന്ന് ഈ 3 നിയമങ്ങൾ തച്ചുടച്ച് അത് ചരിത്രത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന അടിയന്തരാവസ്ഥ പോലെ തന്നെയുള്ള ഒരു കിരാത ദിനമാണ് ഇത്.
വളരെ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടെയാണ് ഫാമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്ന കോമ്പൻസേറ്ററി പ്രവർത്തനം അന്ന് തുടങ്ങി വെച്ചത്. ഒരു ചെറു തോണിയിൽ, ഒരു ആമാട പെട്ടിയിലാണ് FPCയുടെ, വെള്ളായണി FPCയുടെ ഇന്ന് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ശക്തമായ പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നത്. ആ തോണിയിൽ ഞാനും വന്നു, അല്ലെ? ആ തോണിയിലല്ലേ ഞാൻ വന്നത്? അതിൽ ആ ആമാട പെട്ടി എടുത്ത് പുറത്തു വെച്ച് അത് പ്രഖ്യാപനം നടത്തിയത്. അവിടെ നിന്ന് ഇന്ന് ഈ സ്ഥാപനത്തിലെത്തിയിരിക്കുന്നു. 2016 ഞാൻ MP ആയി ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്ന് ആദ്യമായി കാറിൽ നിന്നിറങ്ങി കാലുകുത്തിയ ഇടം ഇതാണ്. അന്നത്തെ അവസ്ഥ എന്താണെന്ന് പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ അന്നത്തെ ചിത്രങ്ങൾ കിട്ടുമെങ്കിൽ ഒന്നെടുത്ത് ജനങ്ങളെ കാണിച്ചു കൊടുക്കും. അവിടെ നിന്ന് ഇതൊരു സൗധമായി വരും, ഒരു സ്വപ്നം എനിക്കിപ്പോ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ കാഴ്ച, ഈ സൗകര്യം. ഇതിനിയും വിപുലമാകും. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് MP ഫണ്ടിൽ നിന്ന് ഇതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനാകുമായിരുന്നു. നിയമം എനിക്ക് തൃശ്ശൂർ മാത്രമേ ചെയ്യാൻ സാധിക്കൂ MP ഫണ്ടിൽ നിന്ന്. പക്ഷെ അതിന് ഞാൻ മറ്റ് മാർഗങ്ങൾ കാണും. തിരുവനന്തപുരത്തെയും ഒരു കാരണവശാലും ഈ കല്ലിയൂർ ഗ്രാമത്തെയും ഞാൻ മറക്കില്ല. ഞാൻ ആദ്യാക്ഷരം രാഷ്ട്രീയത്തിലൂടെ നേടുന്ന ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് എന്റെ പ്രവർത്തനം, അഡ്മിനിസ്ട്രേഷൻ, ഒരു MP-യുടെ നിർവഹണത്തിന്റെ ആദ്യാക്ഷരം ഹരിശ്രീ കുറിച്ച് മണ്ണാണ് ഈ ഭൂമി. അവിടെയാണിത് തലയെടുപ്പോടുകൂടി പ്രദീപിന്റെ നാമത്തിൽ ഇത് നിൽക്കുന്നത്. ഇതിന് തിളക്കം ഓരോ കാലഘട്ടത്തിലും സമ്മാനിക്കാൻ പാകത്തിൽ എന്റെ ഒരു ശേഷിച്ച ജീവിതകാലം കൊണ്ട് ആ തിളക്കം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് മാത്രം വാഗ്ദാനമല്ല, അതൊരു ഉറപ്പാണ് നൽകുന്നത്. ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സമൃദ്ധി കേന്ദ്രവും വിപണന കേന്ദ്രവും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഗോവിന്ദൻ ചേട്ടനും അതുപോലെ തന്നെ നാരായണൻ സാറും കമലാസൻ സാറും സുരേഷൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വാഴ മഹോത്സവം എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്റെ മനസ്സിൽ പാകുന്നത്. ഒന്ന് ഓർത്തോണം, ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ വാഴ മഹോത്സവമാണ്. ഏതാണ്ട് 487 വെറൈറ്റി വാഴക്കുലകളാണ് ഇവിടെ കൊണ്ടുവന്ന് വിവിധ 19 സംസ്ഥാനങ്ങളാണെന്ന് പങ്കെടുത്തത്. ആന്ധ്രയിൽ നിന്ന് ശ്രീ ചന്ദ്രബാബു നായിഡു ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം ഇതിനെ ഫണ്ടും ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് കർഷകർ, കാശ്മീർ ഉപമുഖ്യമന്ത്രി വന്നു. അന്നത്തെ കാർഷിക വകുപ്പ് മന്ത്രി രാധാമോഹൻ ജി വന്നു. അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോഴും മഹത്വം മനസ്സിലാക്കിയിട്ടില്ല. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാഴകളുടെയും വാഴ ഇനങ്ങളുടെയും വാഴക്കുലകളുടെയും വാഴ സമ്പന്നതയുടെയും ആദ്യത്തെ മഹോത്സവമായിരുന്നു, എക്സിബിഷൻ ആയിരുന്നു എന്ന് പറഞ്ഞത് ഒരിക്കലും ഇപ്പോഴും അതിന്റെ മഹത്വം എന്ന് പറയുന്നത് വലിപ്പത്തോടെ പുറത്തു വന്നിട്ടുമില്ല. അതിനെയും സംഭവിക്കും. ചരിത്രം നമ്മൾ ചെറുതോതിൽ കുറിച്ചു വെക്കുന്നതൊക്കെ വളർന്നു പന്തലിച്ച് പുഷ്പിച്ചാണ് ചരിത്രത്തിന്റെ സൗഭഗം ജനങ്ങൾ നുകർന്നറിഞ്ഞിട്ടുള്ളത്. ആ സൗഭഗം തീർച്ചയായിട്ടും കേരളവും ഇന്ത്യയും നുകർന്നറിയാൻ അതിന്റെ തണലൊരുക്കുന്നത്, ഒരുപക്ഷെ അതിന്റെ കാഴ്ചയൊരുക്കുന്നത്, അതിന്റെ സൗകര്യമൊരുക്കുന്നത് വെള്ളായണിയിൽ നിന്നായിരിക്കും, കല്ലിയൂർ ഗ്രാമത്തിൽ നിന്നായിരിക്കും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വേഗം സ്ഥലം വിടും. എനിക്ക് 10:30 അടുത്ത പരിപാടിയാണ്. 10 മണിക്കാണ് ഇവിടെ നിശ്ചയിച്ചത്. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ പോലെയല്ല, എനിക്ക് സമയം കീപ്പ് ചെയ്തേ പറ്റും. പണ്ട് ഞാൻ ഇതുപോലെയാണ്, 5 മിനിറ്റ് മുമ്പ് എത്തും. ഇന്ന് ഞാൻ 9:30 മണി മുതൽ കാത്ത് റെഡിയായിരിക്കും. ഇനി സുരേഷ് ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഞാൻ വരത്തില്ല. ആദ്യം എനിക്ക് എഴുതി തരേണ്ടി വരും, കോടതി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് എഴുതി തരേണ്ടി വരും. 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിയായിരിക്കണം. എന്തോ അല്ല, ഫോണിൽ വെച്ച് 10:30 പുറപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോ മഴയില്ലായിരുന്നു. മഴയത്ത് ഇറങ്ങി നിന്ന് പരിപാടികൾ നടത്തിയിട്ടുള്ള ആളിന്റെ അടുത്ത് തീ കാണിച്ച് പേടിപ്പിക്കരുത്. ഇത്രയും ഹൃദയസ്പർശിയായ കല്ലിയൂരിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സുരേഷകന്റെ വാക്കുകൾക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ആദരിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. നേരത്തെ അഡ്വക്കേറ്റ് സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ
ബി ഗോവിന്ദൻ അവർ. അദ്ദേഹം സ്വർണം മാത്രമല്ല നമുക്ക് പരിശുദ്ധിയോടുകൂടി നൽകുന്നത്, അത് ശുദ്ധമായ പശുവിൻ പാലും പച്ചക്കറികളും ഒക്കെയാണ്. ഏതാണ്ട് 12 ഏക്കറിലാണ് ജൈവ കൃഷിക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നത്. 300-ലധികം നാടൻ പശുക്കളെ, വിവിധ ഇനത്തിൽപ്പെട്ട നാടൻ പശുക്കളെ അദ്ദേഹം പരിപാലിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആദരിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഡോക്ടർ ബി ഗോവിന്ദൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് 4 പഞ്ചായത്തിനായി ഇത്രയും അധികം കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ എൻ നാരായണൻ നായർ സർ. അദ്ദേഹത്തിനെ ബഹുമാനപൂർവ്വം ആദരിക്കുന്നു. ശ്രീ ശിവകുമാർ, കലിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വമാണ് ശ്രീ ശിവകുമാർ. കർഷകൻ എന്നത് എങ്ങനെയാണ് എന്ന് ഈ നാടിന് കാണിച്ചു കൊടുത്ത ശ്രീ ശിവകുമാറിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകമറിയുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കമലാസൻ പിള്ള സാർ. അസോളയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഗവേഷണ മേഖല. അതുമാത്രമല്ല, നിരവധിയായിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം സുരേഷ് ഗോപിയുടെ ബഹുമാനിക്കുന്നു. ശ്രീമതി ജി പ്രസന്ന, ഹോംസ്റ്റെഡ് ഫാമിംഗ് എന്ന കാഴ്ചപ്പാട്, നമ്മുടെ വീട്ടിലൊരു പച്ചക്കറിത്തോട്ടം, അടുക്കളത്തോട്ടം എന്നത് എങ്ങനെയാണ് നമുക്ക് വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കുന്നത് എന്ന് ഈ 75-ാം വയസ്സിലും ഈ അമ്മ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മികച്ച കർഷക എന്ന നിലയിൽ ലോകം അംഗീകരിക്കേണ്ട, അത് അർഹിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീമതി ജി പ്രസന്ന. അമ്മയെ ആദരപൂർവ്വം ശ്രീ സുരേഷ് ഗോപി ഇത്തവണ 15 ലക്ഷം രൂപയുടെ വിപണന മേഖലയാണ് കണ്ടെത്തിയത്. ശ്രീ സോമകുമാറിനെ ശ്രീമാൻ സുരേഷ് ഗോപി ചേട്ടൻ ആദരിക്കുന്നു. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി വഴിയാണ് അദ്ദേഹം 15 ലക്ഷം രൂപയുടെ വിപണന സാധ്യത കണ്ടെത്തിയത്. മറ്റൊരു വ്യക്തിത്വം കൂടി ഇവിടെ ആദരിക്കപ്പെടുകയാണ്. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വനിതാ സംരംഭകയുമായിട്ടുള്ള സഭ ആരംഭിച്ചുകൊണ്ട് വനിതാ സംരംഭക മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ശ്രീമതി രശ്മി സുരേഷിനെ കൂടി ആദരിച്ചുകൊണ്ട് ശ്രീമാൻ സുരേഷ് ഗോപി ചേട്ടനോട് നിന്ന് ഇവിടെ വാങ്ങുകയാണ്. ശ്രീമതി രശ്മി സുരേഷിനെ ഞാൻ ആദരപൂർവ്വം ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി ഇവിടെ ഒരു ബ്രഷിന്റെ അത് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ ഏകദേശം 25,000 രൂപ വിലയുള്ള ഇവിടെ ഇന്ന് ചന്തയിൽ ഉത്രട്ടാതി ആയതുകൊണ്ട് നമ്മുടെ
ഈ കുറെ കച്ചവടം നടക്കേണ്ടതായിരുന്നു. അവർക്ക് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ കർഷകർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും അവരുടെ കച്ചവടം ഇനിയും വളരെ ഭംഗിയായിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇവിടെ വന്ന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താനായിട്ട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ ഭുവനേന്ദ്രനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി നമ്മൾ പറയേണ്ടത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തി ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപി അവർക്കാണ്. അവർക്ക് ഈ വെള്ളായണി ഫാർമേഴ്സ് വെൽഫെയർ കമ്മിറ്റിയുടെ പേരിൽ സാർവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരുന്ന അഡ്വക്കേറ്റ് എസ് സുരേഷ്, ഈ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിനും എന്റെ പേരിലും ഈ വെള്ളായണി കമ്പനിയുടെ പേരിലും ഭാഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ഒരു വലിയ സമ്മേളനമായിട്ടുള്ള പ്രശസ്ത സ്വർണ്ണ വ്യാപാരിയും ഭീമ ന്യൂവേലേഷന്റെ ഉടമയായിട്ടുള്ള ഭീമ ഗോവിന്ദൻ സാർ അവരോടും ഈ സ്ഥാപനത്തിന്റെ പേരിലും എന്റെ പേരിലും ഭാഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം കമലാസന പ്രസാദ് ആഗോള ഗവേഷകനായിട്ടുള്ള അദ്ദേഹത്തിന് എന്റെ പേരിലും ഈ സ്ഥാപനത്തിന്റെ പേരിലും ഭാഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നാരായണൻ സാർ, അദ്ദേഹത്തിനും എന്റെ പേരിലും ഈ സ്ഥാപനത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നമ്മുടെ സിസിയുടെ ജനറൽ സെക്രട്ടറി സുരേഷ് സാർ, നമുക്ക് എല്ലാം എപ്പോഴും നമുക്ക് മാർഗദർശിയായിട്ടുള്ള സുരേഷ് സാറിനും എന്റെ പേരിലും വെള്ളായണി പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ പേരിലും ഭാഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രകൃഷ്ണ, അതോടൊപ്പം നമ്മുടെ ബ്ലോക്ക് മെമ്പർമാരായിട്ടുള്ള ശ്രീ ജയലക്ഷ്മി, അതോടൊപ്പം ലതകുമാരി, അത് മെമ്പർമാരായിട്ടുള്ള മറ്റ് വാർഡ് മെമ്പർമാർ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ പേരിലും സ്ഥാപനത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡയറക്ടർമാർ, ഇതിന്റെ ഓഹരി ഉടമകൾ, ഇവിടെ സ്റ്റോറുകൾ കൊണ്ടെത്തിച്ച് ഇവിടെ എത്തിച്ചേർന്ന മീഡിയ മാധ്യമ പ്രവർത്തകർ എല്ലാവർക്കും എന്റെ പേരിലും ഈ സ്ഥാപനത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ കലിയൂർ എക്കോ ബ്ലൂം കർണാടക കൃഷി വകുപ്പിന്റെ സംരംഭം അവർക്കും ചില്ലുകൂടിലെ ഉദ്യാനം കുക്കോണാമ അവരോടും ഓർഡറുകളനുസരിച്ച് വെള്ളായണി എഫ്ഐയുമായി ബന്ധപ്പെടുക. അവരുടെ ഫോൺ നമ്പർ 8281422172 8281534698. ഹരിത ആഗ്രോ മുഹമ്മദ് അലി അവർ, ഷാജു ഹരിതോയം, പത്മ ഫ്രഷ് പ്രൊഡക്ട്സ് എന്നിവർക്കും എന്റെ പേരിലും ഈ സ്ഥാപനത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മഹത്വത്തിനും അത്യാകാംക്ഷയ്ക്കും നാട്ടുകാർക്കും എന്റെ പേരിലും ഈ സ്ഥാപനത്തിന്റെ പേരിലുള്ള അഗേതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ കരുതലിൽ നിന്നും നിർമ്മിക്കുന്നു. ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സമയം ക്ഷമിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞങ്ങളുടെ കരുതലിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നത്
ആയിരത്തിലേറെ കർഷകരുടെ പങ്കാളിത്തമുള്ള നിയമത്തിലൂടെ പുതിയ മേഖലകളിലേക്ക് കടക്കുകയാണ്. കർഷകരുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ കഴിയുന്ന കർഷക സമൃദ്ധി കേന്ദ്രവും വിപണന കേന്ദ്രവും ശ്രീ സുരേഷ് ഗോപി കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിക്കുന്നു. കാർഷിക ഉപകരണങ്ങൾ വിൽപ്പനയ്ക്കും വാടകയ്ക്കും ഈ കർഷക സമൃദ്ധി കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകുന്നതാണ്. ഈ പരിപാടിയുടെ ഇന്നത്തെ അധ്യക്ഷൻ വെള്ളായണി ഫാർമർ പ്രൊഡ്യൂസർ കമ്മ്യൂണിറ്റി ലിമിറ്റഡിന്റെ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ്. പരിപാടി ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥന ശാലിനി സുമേഷ്.
ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പെരുമാനന്ദം തേടി വിജയിക്കണേ തിരുനാമങ്ങൾ പാടി വിജയിക്കണേ തിരുനാമങ്ങൾ പാടി വിജയിക്കണേ തിരുനാമങ്ങൾ പാടി. വെള്ളായണി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ സിഇഒ കുമാരി കാവ്യ ചന്ദ്രനെ സ്വാഗതം പറയുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ കർഷക സമൃദ്ധിയും കൊളുത്തി നിർവഹിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് കലിയൂരിന്റെ പ്രിയപ്പെട്ട കലിയൂരിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും എന്നും മുന്നിൽ നിന്നിട്ടുള്ള കലിയൂരിലെ കർഷകർക്ക് എപ്പോഴും അഭയമായിട്ടുള്ള കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി ചേട്ടനാണ്. ബഹുമാന്യനായ ശ്രീ സുരേഷ് ഗോപി അവർകളെ ഈ കർഷക സമൃദ്ധി കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി വെള്ളായണി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ സിഇഒ കുമാരി കാവ്യ ചന്ദ്രനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ വിനീത വ്യക്തികൾക്കും വിനീതമായ നമസ്കാരം. ഭാരതത്തിന്റെ നട്ടെല്ലെന്നറിയപ്പെടുന്ന കർഷകരാണ്. കർഷകരുടെ ഉന്നമനത്തിനും സേവനങ്ങൾക്കുമായി കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര കൃഷി മന്ത്രാലയം 10,000 FPO പദ്ധതിയുടെ ഭാഗമായി നേമം ബ്ലോക്കിൽ ആരംഭിച്ച FPC ആണ് വെള്ളായണി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. ഇതിന്റെ ഭാഗമായി കർഷകരുടെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന കർഷക സമിതി കേന്ദ്രത്തിന്റെയും വിപണനശാലയുടെയും ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ സുരേഷ് ഗോപി സാറിനെയാണ്. സാറിനെ എന്റെയും വെള്ളായണി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഈ യോഗത്തിലെ അധ്യക്ഷനും വെള്ളായണി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാനുമായ അഡ്വക്കേറ്റ് സുരേഷ് സാറിനെയാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത് 12 ഏക്കറിൽ ജൈവ കൃഷിയും 250ഓളം പശുക്കളെ പരിപാലിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ബി ഗോവിന്ദ സാറിനെയാണ്. ഗോവിന്ദ സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നാരായണൻ നായർ സാറിനെയാണ്. 3 പഞ്ചായത്തുകളിലായി 8 ഏക്കറിലധികം തെങ്ങ് കൃഷി നടത്തുന്ന സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഈ വാർഡ് മെമ്പറായ KK ചന്ദ്രകൃഷ്ണ സാറിനെയാണ്. സാറ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടെയാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് R ജയലക്ഷ്മി മാഡത്തിനെയാണ്. ബ്ലോക്ക് മെമ്പറാണ്. മാഡത്തിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സുമോസ് സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ കർഷക സമിതി കേന്ദ്രത്തിന്റെ നടത്തിപ്പ്
DFPCL ഓഹരി ഉടമയുമായ സുരേഷ് വി എസ് സാറിനെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സോറി സാർ, വിട്ടുപോയതാണ്. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ കമലാസൻ സാറിനെയാണ്. അസോള ഗവേഷകനാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ ഓഹരി ഉടമകളുടെയും കർഷകരെയും പത്രപ്രവർത്തകരെയും ഈ പൊതുയോഗത്തിനായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ ഭാഷണത്തിനായി വെള്ളായണി ഫാമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സുരേഷിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ കേന്ദ്രമന്ത്രിയും ഈ പഞ്ചായത്തിലെ സർവ്വജനങ്ങളുടെയും പ്രിയങ്കരനായിട്ടുള്ള ജനനായകനും കല്ലിയൂർ പഞ്ചായത്തിന്റെ പുരോഗതിക്കും നവോത്ഥാനത്തിനും അതിശക്തമായിട്ടുള്ള പിന്തുണ നൽകുകയും പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീ സുരേഷ് ഗോപി അവർ, അദ്ദേഹം രാജ്യസഭാ MP ആയിരുന്ന സമയത്ത് ഏകദേശം 1.5 കോടി രൂപ ചെലവഴിച്ച് ഈ മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനം നടത്തിയിരുന്നു. ശ്രീ PG പ്രദീപ് കുമാറിന്റെ നാമധേയത്തിൽ ആരംഭിച്ച ഈ സ്ഥലത്താണ് ഇന്ന് ഈ വെള്ളായണി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ആസ്ഥാനവും അതോടൊപ്പം തന്നെ കർഷക സമൃദ്ധി കേന്ദ്രവും ആരംഭിച്ചിരിക്കുന്നു. അദ്ദേഹം ഈ പദ്ധതി കളക്ടറേറ്റിൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം കൊടുത്തിരുന്നത് ഇത് ഒരു കാർഷിക കേന്ദ്രമായിട്ട് മാറുന്നതിന് വേണ്ടിയാണ് ഇത്രയും രൂപ ചെലവഴിക്കുന്നത്, ആ രീതിയിലാകണമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് ഇവിടെ ഈ കാർഷിക സമൃദ്ധി കേന്ദ്രയുടെയും അതോടൊപ്പം തന്നെ ഇൻപുട്ട് സെന്ററിന്റെയും പ്രവർത്തനം ഇവിടെ കേന്ദ്രീകരിച്ച് നടത്താൻ ഞങ്ങൾ നിർബന്ധിതരാക്കിയത്. ഇന്ന് ഇവിടെ മാത്രമല്ല, ഊരൂട്ടമ്പലത്തിലും ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഈ വരുന്ന 5-6 ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഏകദേശം 1000-ഓളം കർഷകരുടെ സംരംഭമാണ് ഇന്ന് വെള്ളായണി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. ഞങ്ങൾ അത് പുതിയ തലങ്ങളിലേക്ക് കർഷകരുടെ മേന്മ, കർഷകരുടെ വരുമാനം അത് ഇരട്ടിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അത് പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ്. ആ പരിശ്രമമാണ് കർഷക സമൃദ്ധി കേന്ദ്രത്തിന്റെ പിന്നിലുള്ളത്. ഞങ്ങൾ ഈ നാട്ടിൽ മണ്ണില്ലാത്ത വീട് മാത്രമുണ്ട്, മണ്ണില്ല എന്നുള്ള സ്ഥലങ്ങളിൽ അവിടെ വെർട്ടിക്കൽ ആയിട്ട് അവിടെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ ഇവിടെ വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരുടെ എല്ലാവരും സ്വാഗതം പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല.